INTUC മാറിയുന്നു. INTUC മാത്രമല്ല, INTUC നയിക്കുന്ന ഒരു തൊഴിലാളി സംഘടന കൂട്ടായ്മയുണ്ട് കേരളത്തിൽ. അത് UDFT ആണ്. അത് INTUC ആണ് നയിക്കുന്നത്. ആ UDFTയിലെ സംഘടനകൾ മുഴുവൻ മാറി നിന്നു. എന്നു മാത്രമല്ല, ഈ സമരത്തിൽ നിന്ന് ഇന്ത്യയാകെ ജയിൽ നിറയ്ക്കുക എന്ന് ആഹ്വാനം ചെയ്തപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ജയിൽ നിറയ്ക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചതുപോലെ അവരിന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണകൾ നടത്തിയാൽ നമുക്കറിയാം അറസ്റ്റ് ചെയ്യില്ല, ജയിലിലേക്ക് കൊണ്ടുപോകില്ല. ജയിൽ സമരത്തിൽ നിന്ന് അവർ വിട്ടുനിന്നു എന്ന് പറയാൻ ഇടയായത് അങ്ങനെയാണ്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു സമരം അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വീക്ഷണത്തിലെങ്കിലും അത് ചന്ദ്രികയിലെങ്കിലും വരുമായിരുന്നു. അങ്ങനെ ഒരു സമരത്തിൻ്റെ അറിയിപ്പ് വീക്ഷണവും ചന്ദ്രികവുമാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ വന്നിട്ടുമില്ല. അവർ ഇതിൽ നിന്ന് നിന്നു എന്ന് മാത്രമല്ല, വിട്ടു നിന്നില്ല എന്ന് പറയാൻ വേണ്ടിയെന്നോണം ഇങ്ങനെ ഒരു സമരവും നടത്തിയിരിക്കുന്നു. KN ഗോപിനാഥ്, താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുക ഇതിനോട്? INTUC ചെയ്തത് ശരിയാണോ? ഈ UDFൻ്റെ തൊഴിലാളി സംഘടനകൾ ചെയ്തത് ശരിയാണോ? പകരം അവർ സംഘടിപ്പിച്ച ധർണയെ താങ്കൾ എങ്ങനെ വിശേഷിപ്പിക്കും? INTUC ദേശീയ സംഘടനകൾ INTUCയുടെ അഖിലേന്ത്യാ നേതൃത്വം അടക്കം ആഹ്വാനം ചെയ്ത ജൂലൈ 29 പ്രധാനപ്പെട്ട ഒരു സമരമാണ് ഓഗസ്റ്റ് 10 ക്വിറ്റ് ഇന്ത്യ സമരം. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഒരു കസ്റ്റോഡിയൻ തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് സ്വാതന്ത്ര്യ സമരത്തിൽ. ആ ദിനത്തെ ഓർമ്മപ്പെടുന്ന വിധത്തിലേക്ക് ഇത്തരത്തിലുള്ളൊരു ജയിൽ നിറയ്ക്കൽ സമരം ആഹ്വാനം ചെയ്തപ്പോൾ അതിൽ നിന്ന് മാറി നിന്ന് ഇന്ന് കേരളത്തിൽ ചന്ദ്രശേഖരൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തിരുവനന്തപുരത്ത് നാളെയും ഇന്ന് മറ്റു ജില്ലകളിലുമായി ഒരു ധർണ നടത്തിയെന്ന് പറയുന്നു. ഏതാണ്ട് ഗറില്ല സമരം പോലെയാണ്. ഒരു മനുഷ്യനോട് പറയാതെ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ ഈ പരിപാടി ശുദ്ധമായി തൊഴിലാളി വർഗത്തിന് അപമാനമാണ്. ഇത് തൊഴിലാളി വർഗത്തിന് മാത്രമല്ല, INTUCയുടെ മെമ്പർമാർ യഥാർത്ഥത്തിൽ INTUCയുടെ നേതൃത്വത്തെ തള്ളിപ്പറയുന്നത് അധികം വിദൂരമല്ലാത്തൊരു ഭാവി ആ കാര്യത്തിലുണ്ട് എന്നുള്ളത് കൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. പിന്നെ ചന്ദ്രശേഖരൻ നേരത്തെ മറ്റുള്ളവരോട് ചർച്ച ചോദിച്ചപ്പോൾ BJP നേതാവിനോട് അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞു, ഞാൻ BJP അല്ല, BMS അല്ല എന്ന് പറഞ്ഞ INTUC മാറി. അദ്ദേഹം BJP നേതാവല്ല, ആയിക്കോട്ടെ, സഹയാത്രികനാണ്, സ്വതന്ത്ര നിരീക്ഷകൻ എന്ന നിലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ BJP അനുകൂല വ്യക്തിയായിട്ടാണ് ഇവിടെ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. അതെ, അദ്ദേഹം വ്യക്തിഗതമായി ആണെങ്കിൽ പോലും പറഞ്ഞത് ഞാൻ കേട്ടു. INTUC കേരളത്തിൽ നിന്ന് മാറിയത് യഥാർത്ഥത്തിൽ കേന്ദ്ര നയങ്ങൾ അതിനോടെല്ലാം യോജിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. ഞാൻ ചന്ദ്രശേഖര എത്ര അന്വേഷിച്ചാലും കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ BJP ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കാത്ത ഒരു സംഘടന, അത് INTUC ആകട്ടെ കോൺഗ്രസ് ആകട്ടെ, അത് നല്ല കാര്യമാണെന്നല്ലാതെ BJPയിൽ നിന്ന് വേറൊരു അഭിപ്രായം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതൊരിക്കലും ഉണ്ടാവില്ല. BJPയും കോൺഗ്രസും തമ്മിൽ ഏറെക്കുറെ പരസ്പര ബന്ധമായി കേരളത്തിൻ്റെ ഇടതുപക്ഷ ബദൽ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അന്ന് BJPക്ക് കേന്ദ്ര നേതൃത്വത്തിന് വല്ലാത്ത ചില പരിഭവങ്ങളുണ്ടായിരുന്നു. അവരാഗ്രഹിക്കുന്ന എല്ലാം കേരളത്തിൽ നടക്കുന്നില്ല. ഇപ്പോൾ അതെല്ലാം നടക്കാനുള്ള ഒരു ചെറിയ വഴി ഒരുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ INTUCയുടെ നിലപാട് വിചിത്രമായി നമുക്ക് നോക്കേണ്ട കാര്യമില്ല. INTUC തൊഴിലാളി സംഘടനകളിൽ തീർച്ചയായിട്ടും തൊഴിലാളി സംഘടന INTUC എന്ന് പറയുന്നാൽ വലിയ ജനാധിപത്യ സംഘടനയാണ്. അത് രാഷ്ട്രീയ പ്രേരിതമല്ല, വർഗരാഷ്ട്രീയത്തിൽ ഊന്നിയാണെന്നൊക്കെ പറയുന്നു. CITU വർഗരാഷ്ട്രീയ സംഘടനയാണ്. CITUവിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല. അപ്പോൾ INTUC രാഷ്ട്രീയ പ്രേരിതമായി ദേശീയ തലത്തിൽ INTUC പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സമരത്തിൽ നിന്ന് ഇവിടെ മാറി നിൽക്കുന്നത്, അതിനെ സംബന്ധിച്ച് ദേശീയ INTUCയുടെ നേതൃത്വം മറുപടി പറയണം. ജനങ്ങളോടും തൊഴിലാളികളോടും വിശദീകരണം പറയണം. എന്തുകൊണ്ടാണ് കേരളത്തിൽ INTUC ഇങ്ങനെ മാറുന്നത്? കേരളം ഒരു ഇന്ത്യയിൽ നിന്ന് മാറിയ ഒരു തുരുത്താണോ? ഈ നയങ്ങളും ഈ ലേബർ കോഡുകളെയും എതിർക്കുമ്പോൾ കേരളത്തിനകത്ത് ഈ ലേബർ കോഡിൻ്റെ ഭാവി എന്താണ്? ഈ കാര്യത്തെ സംബന്ധിച്ച് INTUCയുടെ നേതൃത്വം, സംസ്ഥാന നേതൃത്വം മാത്രമല്ല അഖിലേന്ത്യാ നേതൃത്വം തന്നെ മറുപടി പറയണം. ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ INTUC അംഗീകരിക്കുന്നുണ്ടോ എന്ന് പറയണം. ഓരോ സ്റ്റേറ്റുകൾക്കും അവരുടെ വിഘടന രൂപത്തിൽ നിലപാടെടുക്കാനുള്ള അനുവാദമുണ്ടോ? ഇത് ശരിയായൊരു നടപടിയല്ലല്ലോ. അതുകൊണ്ട് INTUC കാണിച്ചത് വർഗവിരുദ്ധ നിലപാടാണ്, തൊഴിലാളി വർഗം അംഗീകരിക്കാത്ത നിലപാടാണ് കേരളത്തിലെ INTUC കാണിച്ചിട്ടുള്ളത്.